ഹായ് ഗൈസ്, അപ്പോൾ DS ഇറ മൂവി ഫാസ്റ്റ് പ്രീമിയർ ഷോ തന്നെ കണ്ടു. ഒറ്റ വാക്കിൽ പറഞ്ഞ ഇറ്റ്സ് എ ഗുഡ് മൂവി. നല്ല മൂവി, നല്ല നമുക്ക് ത്രില്ലർ ഇഷ്ടപ്പെടുന്നവരെ, മിസ്റ്ററി ത്രില്ലർ, ഹൊറർ ത്രില്ലർ ഒക്കെ ഇഷ്ടപ്പെടുന്നവരെ പിടിച്ചിരുത്തുന്ന ഒരു പടം. ജനർ ചോദിച്ചാൽ ഇറ്റ്സ് എ ഹൊറർ മൂവി വിത്ത് മിസ്റ്ററി എലമെൻറ്റ്സ്. ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള സീൻസ്, ലോട്ട് ഓഫ് സീൻസ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദിസ് സൈഡ്. ഈ സൈഡിലുള്ള ഈ രീതിയിലുള്ള മൂവീസിൽ വൺ ഓഫ് ദ ബെസ്റ്റാണ്. മിസ്റ്ററി ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഈ മൂവി ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ്. നെക്സ്റ്റ് പെർഫോമൻസ്, നമുക്കറിയാം പ്രണവ് മോഹൻലാൽ ആണ് ലീഡ് റോൾ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ല, ഇതുവരെയുള്ള പെർഫോമൻസിലെ ബെസ്റ്റ് തന്നെയാണ് ഈ മൂവി. പക്ഷേ അതിന് മേളിൽ പെർഫോം ചെയ്ത ഒരാൾ ഈ മൂവിയിലുണ്ട്, ദാറ്റ് ഈസ് ഗിബിൻ. ഒരു രക്ഷയില്ല, കാണണം നിങ്ങൾ. പുള്ളി ഒരു നമുക്ക് ആദ്യം കാണുമ്പോഴേ നമുക്ക് ആ പുള്ളി ഒരു ഡിസ്റ്റർബ്ഡ് ആണെന്ന്, പുള്ളി ഡിസ്റ്റർബ്ഡ് ആണ് ത്രൂ ഔട്ട് ദ മൂവി. അത് നമുക്കത് ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് തോന്നും, മനസ്സിലാവും. പിന്നെ ആ വീട്ടിലൊക്കെ ആ വീട്ടിൽ പെരുമാറുന്ന കാണുമ്പോൾ അയാളുടെ സ്വന്തം വീട്ടിൽ അയാൾ എങ്ങനെയൊക്കെ പെരുമാറും, അയാൾ നമ്മൾ ഈസി ആയിട്ട് ഇപ്പോൾ ഒരു സാധനം ഒരിടത്തുണ്ട്, അത് എടുക്കാൻ വേണ്ടി നമ്മൾ ചെന്ന് കണ്ടുപിടിച്ച് എടുക്കണ്ട, സ്വന്തം വീടല്ലേ, പോയി ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുന്നത്. പക്ക അത് അയാളുടെ പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിലാവും. ഗിബിൻ അതാണ് നമ്മുടെ പ്രണവ് മോഹൻലാലിനെ സൈഡാക്കിയിട്ട് പുള്ളിയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അതുപോലെ വേറെയും പെർഫോമൻസുകളുണ്ട്, അതൊക്കെ സർപ്രൈസ് പെർഫോമൻസുകളാണ്. ചത്തഭിനയിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ഭയങ്കര ഇമ്പാക്ട്ഫുൾ പെർഫോമൻസ്. അപ്പോൾ പെർഫോമൻസ് പക്ക. നെക്സ്റ്റ് മ്യൂസിക്. സോ നമ്മളെ വിഷ്വൽസിനേക്കാളും നമ്മൾ എപ്പോഴും ഈ സിനിമയിൽ പിടിച്ചു നിർത്തുന്ന കണ്ടൻറ്റ് മ്യൂസിക്കാണ് പക്ക. സംതിങ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അത് ഒരു അപ്ലാസ് കൊടുത്തേ പറ്റൂ. അത് തീർച്ചയായിട്ടും ഈ ജോണർ ഓഫ് മൂവീസിന് പറ്റിയ മ്യൂസിക്. സോ മ്യൂസിക്കിൻ്റെ സൈഡ് പക്ക, പെർഫോമൻസ് പക്ക. പിന്നെ ഡയറക്ഷൻ. രാഹുൽ സദാശിവൻ നമുക്കറിയാം. ഭൂതകാലം, നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയ ഭൂതകാല മൂവി, പിന്നെ ലാസ്റ്റ് ഇറങ്ങിയ പ്രമേയുഗം, നമുക്കറിയാം പുള്ളിയുടെ ഒരു ലെവൽ ഓഫ് മേക്കിംഗ്. ഇത് അത്രയും ആ ലെവൽ വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോയതുകൊണ്ടായിരിക്കും. ആ ഒരു ലെവലിൽ അത്രയും വന്നില്ല എന്ന് പറഞ്ഞാലും ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക്സ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് ടീമിൻ്റെ കോൺഫിഡൻസ് ഓൺ രാഹുൽ സദാശിവൻ, അത് അദ്ദേഹത്തിന് നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൺ ഓഫ് ദ മെയിൻ തിങ്, ഇത് ഒരു അഡൾട്ട്സ് ഓൺലി മൂവിയാണ്. സോ നമുക്ക് നോ നീഡ് ടു ബുക്ക് ടിക്കറ്റ്സ് ഫോർ യങ് അറൗണ്ട്സ്. 18 വയസ്സിന് താഴെയുള്ള ആർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട, കൊണ്ടുപോകാൻ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ഇറ്റ്സ് സ്ട്രിക്ട്ലി ഫോർ 18+. ഓക്കെ. സോ ഇതിൽ എല്ലാ രീതിയിലും പെർഫോമൻസ് കൊണ്ടും മ്യൂസിക് കൊണ്ടും സംവിധാനം കൊണ്ടും സീൻസ് കൊണ്ടും നമ്മളെ എപ്പോഴും ഉറപ്പായിട്ടും പിടിച്ചിരുത്തുന്ന ഒരു മൂവിയാണ്. സോ മസ്റ്റ് വാച്ച് ഇൻ ദ തിയേറ്റർ. പറ്റുമെങ്കിൽ സ്പ്ലിറ്റായിരിക്കും, കൂട്ടുകാരടുത്ത് നിന്ന് സ്പ്ലിറ്റായിരുന്ന മൂവി കാണണം. ഓക്കെ, കൂട്ടുകാരടുത്തിരുന്ന് നമ്മൾ സംസാരിച്ചതിൻ്റെ ആ ഒരു ഫീല് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ സ്പ്ലിറ്റായിട്ടിരുന്ന് മൂവി കാണുക, ഉറപ്പായിട്ടും കാണുക. മസ്റ്റ് വാച്ച് മൂവി. താങ്ക് യു. സൈനിങ് ഓഫ്. ബൈ.